ഇന്നത്തെ ശുഭചിന്തയിലേക്ക് എവർക്കും സ്വാഗതം. ഒരു ചെറിയ കഥ കേൾക്കാം. ഒരു യുവാവിനെ തൻ്റെ അയൽക്കാരനോട് വലിയ വിരോധമായിരുന്നു. എന്നും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക പതിവായിരുന്നു. ഒരിക്കൽ ഒരു പ്രശസ്തനായ ഗുരു ആ നാട്ടിലെത്തി. യുവാവ് ഗുരുവിനെ ചെന്ന് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ അയൽക്കാരൻ വലിയ ശല്യക്കാരനാണ്. ഇന്ന് രാത്രി ഞാൻ അവനെ കൊല്ലുമെന്ന്. ഉടനെ ഗുരു പറഞ്ഞു, നിനക്കറിയാത്ത കാര്യമുണ്ട്. അയാൾ 6 മാസത്തിനകം മരിക്കും. ഇപ്പോൾ നീ അയാളെ കൊന്നാൽ നീ ജയിലിലാകും. അതുകൊണ്ട് കുറച്ചുനാൾ കാത്തിരിക്കൂ എന്ന്. അന്നു മുതൽ അയൽക്കാരനോട് ഉള്ള യുവാവിൻ്റെ ദേഷ്യം മാറി തുടങ്ങി. വഴക്കും വിരോധമൊക്കെ ഇല്ലാതെയായി. അയാൾ ഒരു പാവമാണെന്ന് തോന്നി തുടങ്ങി. 6 മാസം ആകാറായപ്പോഴേക്ക് അയാൾ മരിച്ചു പോകുമല്ലോ എന്നോർത്ത് യുവാവിന് വലിയ വിഷമമായി. അയാൾ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആ മനുഷ്യൻ്റെ രക്ഷപ്പെടാൻ തക്കവണ്ണം എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, ചങ്ങാതി, ഞാൻ പറഞ്ഞത് നിൻ്റെ അയൽക്കാരൻ്റെ മരണത്തെക്കുറിച്ചല്ല, നിൻ്റെ ഉള്ളിലെ ദേഷ്യത്തെക്കുറിച്ചായിരുന്നെന്ന്. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? ഇന്ന് ഒപ്പമുള്ളവരൊക്കെ എന്നും ഒപ്പമുണ്ടാകുമെന്ന് ഉള്ള ധാരണ തിരുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ അഹംബോധവും കർമ്മങ്ങളും. 2 പേരിൽ ആരെങ്കിലും ഒരാൾ നാളെ അവസാനിക്കുമെന്ന് ഉറപ്പായാൽ ഇന്നുള്ള പരിഭവങ്ങളും എതിർപ്പുകളൊക്കെ മാറിപ്പോകും. ഒരിക്കൽ നാം ഒരാളോട് മുഷിഞ്ഞാൽ പിന്നീട് മുൻവിധിയായി രൂപാന്തരപ്പെടും. അയാളെ കാണുമ്പോഴൊക്കെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മൾ ശ്രമിക്കും. അയാളെ തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും പിന്നെ നമ്മുടെ ലക്ഷ്യം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പെരുമാറ്റത്തിലൂടെയാണ് പലരും അപകടകാരികളും ശല്യക്കാരുമൊക്കെയായി മുദ്രകുത്തപ്പെടുന്നത്. എല്ലാവരും ആരുടെയെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടവരല്ലേ? ഒരിടത്ത് നിഷേധിയായി കാണപ്പെടുന്ന ആൾ വേറെ ഒരിടത്ത് സർവ്വസമ്മതനായിരിക്കും. അലസനായി കാണപ്പെടുന്ന ആൾ മറ്റൊരു സ്ഥലത്ത് കർമ്മനിരതരായിരിക്കും. ഒരു നിമിഷത്തെ പ്രതികരണം കൊണ്ട് ആരെയും വിലയിരുത്താനാവില്ല. കാലങ്ങൾ നീളുന്ന പരിചയവും പഠനം കൊണ്ടേ അത് സാധ്യമാകുള്ളൂ. പിന്നെന്തിനാണ് നാം ഒരു തവണത്തെ പെരുമാറ്റം കൊണ്ട് ഒരാളെ കൊള്ളരുതാത്തവനായി വിധിക്കുന്നത്? നമ്മിലുള്ള സ്വാർത്ഥതയും അസൂയയും അഹന്തയും ഒക്കെയാണ് മറ്റുള്ളവരുടെ നന്മയെ കാണാൻ പ്രതിബന്ധമായി നിൽക്കുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരിലുള്ള നന്മയെ ദർശിക്കുവാൻ അവരെ ആദരിക്കുവാനും ദൈവം നമുക്ക് വെളിച്ചം പകർന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് അവസാനിപ്പിക്കാം.